ഹലോ ഗായ്സ്, വെൽക്കം ടു KP വ്ളോഗ്സ്. അപ്പം ഞാനും പൊന്നും ഉമ്മയും കൂടി ഇന്നൊരു ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അയിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അയിനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വാവയാണ്. ഐസാൻ മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ അവൻ്റെ റിലേറ്റീവ്സൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇതാണ് അയിനുവിനെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൻ ഇരുന്ന് തന്നു. പിന്നെ എല്ലാവരും കൂടി ക്യാമറയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൻ നല്ല ബഹളമായി. പിന്നെ അവനെ ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് പിടിച്ചിരുത്തി ബലൂണൊക്കെ കൊടുത്ത് കളിപ്പിച്ച് നോക്കി. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അയിനു. ഇന്ന് കരച്ചിലും വീഴ്ചയിലും ബഹളങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു മോൻ. പിന്നെ അത് കഴിഞ്ഞ് കേക്കൊക്കെ കൊണ്ടുവന്നു. ഈ കേക്ക് കാണുന്ന പോലെ തന്നെ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ ആ ടേബിളെ വിരിച്ച ഷീറ്റും കേക്കിൻ്റെ കളറും ഒരേപോലാണെന്ന് പറഞ്ഞ് പിന്നെ ആ ടേബിളെ വിരിച്ച ഷീറ്റ് എടുത്ത് മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് അയിനുവിൻ്റെ ഉമ്മയും വാപ്പിയും. അത് അയിനുവിൻ്റെ ഇത്തിയാണ്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അയിനുവിന് മാത്രം ഒരു സംഭവം മനസ്സിലായില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാവരും അവരുടെ റിലേറ്റീവ്സും പിന്നെ അയലത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഫംഗ്ഷനൊന്നും അല്ലായിരുന്നു, ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. പിന്നെ പൊന്നു വന്ന് കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ തന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചു. അപ്പം ഞാൻ ഓടിച്ചെന്നു ചെമ്പ് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചോറൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മസാല ഒക്കെ വേറൊരു പാത്രത്തിലോട്ട് എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയുമായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ എനിക്കിങ്ങനെ കുഞ്ഞരിയുടെ ചോറാണ് ഇഷ്ടം. ഇങ്ങനത്തെ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം പൊന്നു ഇന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി. അതിനും ഒരു കാരണവും കൂടെ ഉണ്ട്. പൊന്നുവിൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പം ഫുള്ള് ചോറൊക്കെ കഴിക്കാറുണ്ട് പൊന്നു. അല്ലാതെ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ അവൾ ഫുള്ള് ചോറൊന്നും കഴിക്കാറില്ല. ഫുള്ള് ചോറും കഴിക്കാറില്ല. ചോറ് കഴിക്കാൻ സമയത്ത് കഴിക്കത്തുമില്ല. എല്ലാവരുമായിട്ട് ഇരുന്നുകൊണ്ട് അവൾ കറക്റ്റായിട്ട് ചോറ് കഴിച്ചു. പിന്നെ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ എൻ്റെ അടുത്തെത്തിയപ്പോൾ ചോറ് തീർന്നു പോയി. പിന്നെ അച്ചാറും സാലഡും കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ചോറ് കൊണ്ടുവന്നത്. പിന്നെ ചോറൊക്കെ ഇട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.